മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. കഥയുടെ പേര് അർദ്ധരാത്രിയിലെ ആലിംഗനം. ഈ കഥ എഴുതിയിരിക്കുന്നത് ലൂയി. വനസ്ഥലികൾ അതിരിടുന്ന വെർഡൻഡോർ കൊട്ടാരത്തിൻ്റെ അധിപനാണ് ആൽബർട്ട്. ഗ്രാമത്തിലെ കുലീന കുടുംബാംഗമായ അയാൾക്ക് സുന്ദരികളെ മോഹിപ്പിക്കുന്ന അങ്കലാവണ്യമുണ്ട്. പക്ഷേ അയാൾ എളുപ്പത്തിൽ വശംവദനാകുന്നവനും കാപട്യം നിറഞ്ഞവനുമാണ്. പ്രലോഭനത്തിൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളും ഒരുക്കുന്നതിൽ അതിവിദഗ്ധനാണ് അയാൾ. മതപരമോ സദാചാരപരമോ ആയ കടമകൾ നിറവേറ്റുന്നതിൽ അയാൾ കാര്യമായി ശ്രദ്ധ പതിപ്പിച്ചില്ല. ആൽബർട്ടിൻ്റെ ആഡംബര ബംഗ്ലാവിൽ നിന്ന് അല്പം ദൂരെ ഒരു കൊച്ചു കുടിലിൽ ജോസ്ഫൈൻ എന്നൊരു സുന്ദരി താമസിക്കുന്നുണ്ട്. സദ്ഗുണസമ്പന്നയും സന്തുഷ്ടയുമാണവൾ. സൗന്ദര്യവും നിഷ്കളങ്കതയുമാണ് അവളുടെ പക്കലുള്ള ഏക സ്വത്ത്. ചക്രവർത്തിയുടെ സേനയിലെ കീഴുദ്യോഗസ്ഥനായിരുന്നു അവളുടെ അപ്പൻ ഫ്രാൻസിസ്. അമ്മയാകട്ടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പാവപ്പെട്ടൊരു പാതിരിയുടെ ഏകമകളും. ജോസ്ഫൈന് 5 വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസ് പടക്കളത്തിൽ മരിച്ചു വീണു. വിയന്നയിലായിരുന്നു കുടുംബം അതുവരെ താമസിച്ചിരുന്നത്. നിസാര പെൻഷൻ അവകാശിയായി ഫ്രാൻസിൻ്റെ ദുഃഖിതയായ വിധവയും മകളും വിയന്നയിൽ നിന്ന് മടങ്ങി. അമ്മയും അവരുടെ അരുമയാർന്ന മകളും വെർഡർഡോഫ് കൊട്ടാരത്തിന് സമീപം താമസമാക്കി. ദുഃഖം ഉള്ളിലൊതുക്കി ഏകാന്തതയുമായി പൊരുത്തപ്പെട്ട് അവർ നാളുകൾ തള്ളി നീക്കി. ജോസ്ഫൈന് വിദ്യാഭ്യാസം നൽകുന്നതിൽ അമ്മ കഠിനമായി പ്രയത്നിച്ചു. അതിനായി അങ്ങേയറ്റം ജാഗ്രത പാലിച്ചു. ജോസ്ഫൈന് 16 വയസ്സായപ്പോൾ അവളുടെ എല്ലാമായ അമ്മയും ഈ ലോകം വിട്ടുപോയി. പക്ഷേ അതിനു മുമ്പ് നീതിബോധം സംബന്ധിച്ച എല്ലാ ഉപദേശങ്ങളും അമ്മ മകൾക്ക് പകർന്നു നൽകിയിരുന്നു. ജോസ്ഫൈൻ അമ്മയുടെ ഉപദേശങ്ങൾ സശ്രദ്ധം കേട്ടു. അവളുടെ വിറയ്ക്കുന്ന കവിളിലൂടെ നിർമ്മലമായി കണ്ണുനീർ ഒലിച്ചിറങ്ങി. അമ്മയുടെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുമെന്ന് അവൾ ഉറപ്പു നൽകി. വൈകാതെ അവളെ തനിച്ചാക്കി അമ്മ സമാധാനത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് യാത്രയായി. അമ്മയുടെ ഭൗതികദേഹം മാന്യമായി സംസ്കരിച്ചു. കടുത്ത ദുഃഖത്തിൻ്റെയും ഏകാന്തതയുടെയും തുരുത്തിലേക്ക് ജോസ്ഫൈൻ എറിയപ്പെട്ടു. വിശപ്പ് വലിയ വെല്ലുവിളിയായി അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആഹാരത്തിന് വഴി കണ്ടെത്താൻ നന്നേ ക്ലേശിച്ചു. കുടുംബത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അമ്മയുടെ മരണത്തോടെ നിലച്ചിരുന്നു. ഭക്ഷണത്തിന് പുറമെ വീട്ടുവാടകയ്ക്കും ജോസ്ഫൈൻ തന്നെ വഴി കണ്ടെത്തണം. തുറിച്ചു നോക്കുന്ന ഭീഷണമായ യാഥാർത്ഥ്യത്തെ നേരിടാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവൾ തയ്യൽ ജോലിയിൽ വ്യാപൃതയായി. നിരന്തരവും അചഞ്ചലവുമായ പ്രയത്നങ്ങൾക്കൊടുവിൽ തയ്യൽ ജോലി സ്വായത്തമാക്കി. തൊഴിലിൽ വിജയിക്കാനായതോടെ അവളിൽ ആത്മവിശ്വാസത്തിൻ്റെ നെടുവീർപ്പുയർന്നു. അമ്മയുടെ ദേഹവിയോഗത്തിന് ശേഷമുള്ള 3 വർഷക്കാലം സന്തുഷ്ടവും സദാചാരനിഷ്ഠവും ആദരവ് ഉണർത്തുന്നതുമായ ജീവിതമാണ് ജോസ്ഫൈൻ നയിച്ചത്. പിന്നീട് അതിന് മാറ്റം സംഭവിച്ചു. വിനാശകരമായ പരിണാമം അവളെ ആശ്ലേഷിച്ചു. നിഷ്കളങ്കതയോടെ ലാളിത്യത്തിൻ്റെ ശിരോവസ്ത്രം അവൾ മനസ്സിൽ നിന്ന് കീറിക്കളഞ്ഞു. പകരം പാപത്തിൻ്റെ ഇരുണ്ട മേഘങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചു. വെർഡൻഡോർ കൊട്ടാരത്തിലെ ആൽബർട്ട് ജോസ്ഫൈൻ്റെ ലാളിത്യവും അവളുടെ വഴിഞ്ഞൊഴുകുന്ന സൗന്ദര്യവും ശ്രദ്ധിച്ചിരുന്നു. ആ സൗന്ദര്യം സൃഷ്ടിച്ച വശ്യതയിൽ അയാൾ വല്ലാതെ ആകൃഷ്ടനായി. ജോസ്ഫൈൻ എന്ന സൗന്ദര്യധാമം തൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചുകൂവാൻ ആ പ്രഭുകുമാരൻ കൊതിച്ചു. എന്നാൽ അയാൾ വിധിയുടെ എല്ലാ കൊടുങ്കാറ്റിൽ നിന്നും അവളെ സംരക്ഷിക്കുന്ന കാമ്പുകനായിരുന്നില്ല. റോസാപുഷ്പം പറിച്ച് വിവേകശൂന്യമായി നിലത്തിട്ടരയ്ക്കുന്ന നശീകരണ വാസനയുള്ള പരുക്കനായിരുന്നു ആൽബർട്ട്. ആൽബർട്ടിൻ്റെ ചതിയുടെയും വഞ്ചനയുടെയും ഇരകളെക്കുറിച്ച് സൂക്ഷ്മമായി വിവരിക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തിലെ ഉന്നത പദവിയും വലിയ ഭൂസ്വത്വം ബന്ധങ്ങളും അയാളുടെ ഉപായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുകൂല ഘടകങ്ങളായിരുന്നു. ജോസ്ഫൈൻ്റെ മോഹിപ്പിക്കുന്ന ലാവണ്യത്തിൽ ഭ്രമിച്ചു വശനായ ആൽബർട്ട് അവളുമൊത്ത് പ്രണയത്തിൻ്റെ അഗാധതയിൽ മുങ്ങിത്താണു. പ്രണയത്തിൻ്റെ മുന്തിരിച്ചാർ ഇരുവരും ആവോളം മോന്തി കുടിച്ചു.
വെർഡൻഡോർഫ് കൊട്ടാരത്തിലെ പ്രഭുവായ ആൽബർട്ടിന് സമൂഹത്തിൽ പകിട്ടേറിയ സ്ഥാനമുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും സ്വന്തം പിതാവിനെ അയാൾക്ക് ആശ്രയിക്കേണ്ടതായി വരുന്നു. പിതാവിൻ്റെ ജീവിതകാലത്ത് ജോസ്ഫൈനെ വിവാഹം കഴിക്കുക തനിക്ക് അസാധ്യമാണെന്ന് ആൽബർട്ട് അവളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ താൻ അവളോട് എക്കാലവും അലംഘനീയമായ വിശ്വസ്തതയും ദൃഢസൗഹൃദവും പുലർത്തുമെന്ന് അയാൾ ദൈവനാമത്തിൽ ആണയിട്ടു. ഞാൻ എന്നും നിന്നെ ഭാര്യയായി കണക്കാക്കും. എൻ്റെ കൈകൾ സ്വതന്ത്രമായാൽ ഞാൻ നിന്നെ നിയമപരമായി വിവാഹം ചെയ്യും. ആ വാക്കുകൾ അവൾ അങ്ങേയറ്റം വിശ്വസിച്ചു. അവൾക്ക് സദാചാരബോധമുണ്ടായിരുന്നു. പക്ഷേ ആൽബർട്ടിൻ്റെ കപടന്യായങ്ങൾ അവളുടെ മനസാക്ഷി കുത്തുകളെ കീഴടക്കി. സദാചാരത്തിൻ്റെ ഉടയാടകൾ അഴിഞ്ഞു വീണു. അയാളെ അവൾ കണ്ണടച്ച് വിശ്വസിച്ചു. ആൽബർട്ടിൻ്റെ കുടിലമായ ദുഷ്ടത അവളെ പിഴപ്പിച്ചു. ആൽബർട്ടിൻ്റെ സാന്നിധ്യം അവളെ ഉത്തേജിപ്പിച്ചു. അയാളുടെ ശബ്ദങ്ങളുടെ ആവർത്തനങ്ങൾ അതീവ സന്തോഷത്തോടെയാണ് അവൾ ശ്രവിച്ചത്. മിഥ്യയായ ആസക്തിയിൽ അവൾ അന്ധയാക്കപ്പെട്ടു. താൻ സന്തുഷ്ടിയുടെ പരകോടിയിലാണെന്ന് സ്വയം കണക്കാക്കി. പക്ഷേ ഏകാന്ത നേരങ്ങൾ ദുരിതപൂർണമായി. ദുഃഖവും പശ്ചാത്താപവും ആശങ്കയും ബലാത്കാരമായി അവളിൽ പ്രവേശിക്കും. തൻ്റെ വീടിൻ്റെ കിളിവാതിലൂടെ ആഡംബരം മുറ്റി നിൽക്കുന്ന വെർഡൻഡോർഫ് കൊട്ടാരം അവൾക്ക് കാണാം. സൽക്കാരത്തിനും ആഘോഷ നൃത്തങ്ങൾക്കുമായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വേണ്ടി തുറന്നുവെച്ച വാതിലുകളും കാണാനാകും. ആമോദത്തിൻ്റെ നെറുകയിലെത്തിയ അതിഥികളുടെ ശബ്ദങ്ങൾ കൊട്ടാരത്തിൻ്റെ ഉയരത്തിലുള്ള മേൽക്കൂരയിൽ തട്ടി പ്രതിധ്വനിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ജോസ്ഫൈൻ ഒന്ന് നെടുവേർപ്പെടും. ആൽബർട്ടിനും തനിക്കുമിടയിലുള്ള പദവികളിലെ വ്യത്യാസത്തെക്കുറിച്ച് അവൾ ഒന്ന് ആലോചിക്കും. തൻ്റെ പ്രതീക്ഷ എപ്പോഴെങ്കിലും പൂവണിയുമോ എന്ന് അവൾ സംശയിച്ചു. അർദ്ധരാത്രിയിൽ കൊട്ടാരത്തിലെ അന്തേവാസികൾ മതിമറന്നുറങ്ങുമ്പോൾ ആൽബർട്ട് ആരോരുമറിയാതെ ജോസ്ഫൈൻ്റെ വീട്ടിലെത്തും. പരസ്പര സമ്മതപ്രകാരം കൂടിക്കാഴ്ചയ്ക്ക് അവർ നിശ്ചയിച്ച സമയമാണത്. പ്രണയം സാക്ഷാത്കരിക്കുന്ന മധുര സംഗമം മറ്റാരും അറിയാതിരിക്കാൻ അവർ ജാഗ്രത പുലർത്തി. നിലാവില്ലാത്ത ഇരുട്ട് കരിമ്പടം പുതച്ച യാമങ്ങളിൽ തൻ്റെ പ്രാണപ്രിയനെ വഴികാട്ടാൻ ജോസ്ഫൈൻ കുടിലിൻ്റെ കിളിവാതിൽ കത്തിച്ചൊരു മെഴുകുതിരി ഉറപ്പിച്ചു വയ്ക്കും. 6 മാസക്കാലം ആ പ്രണയ ജോഡികൾ മതിമറന്നുല്ലസിച്ചു. പരസ്പര വിശ്വാസം പൂത്തുലഞ്ഞ അവിസ്മരണീയമായ നാളുകളായിരുന്നു അവ. പക്ഷേ വഞ്ചനയുടെ പുരുഷരൂപം പ്രത്യക്ഷമായി. അത്യധികം തീക്ഷ്ണമായിരുന്നുവെങ്കിലും പ്രണയത്തിൽ വിള്ളൽ വീണു. വാഗ്ദാനങ്ങൾ ജലരേഖയായി. ഇരുട്ട് നിറഞ്ഞ ഒരു പാതിരാത്രി. ജോസ്ഫൈൻ തൻ്റെ പ്രിയതമ്മനെ വഴി കാണിക്കാൻ പതിവ് പോലെ കിളിവാതിലിൽ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നു. ആൽബർട്ടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവൾ. ആ പരിചിതമായ കാൽവെപ്പുകൾ ഒന്നിലേറെ തവണ വാതിലിനെ സമീപിക്കുന്ന ശബ്ദം കേട്ടുവെന്ന് അവൾക്ക് തോന്നി. എന്നാൽ വാതിൽ തുറക്കുമ്പോൾ ശൂന്യത മാത്രം കണ്ണിൽ തറച്ചു കയറുന്നു. മറ്റൊരു രാത്രി കൂടി അങ്ങനെ പൊലിഞ്ഞുപോയി. ആൽബർട്ട് വന്നില്ല. കണ്ണീർ ചാലുകൾ അവളുടെ കവിളുകളെ നനച്ചു. തീവ്രമായ വേദനയും ആകാംക്ഷയും അസഹനീയമായി മാറി. ആൽബർട്ടിൻ്റെ തുടർച്ചയായ 4 അസാധ്യ രാവുകൾക്ക് ശേഷം പുലർന്ന പ്രഭാതം. അവളെ സംബന്ധിച്ച് ഉറക്കം ഉലഞ്ഞു പോയ രാത്രികളായിരുന്നു കഴിഞ്ഞുപോയത്. വൈക്കോൽ കിടക്കയിൽ നിന്നെഴുന്നേറ്റ് അവൾ ജനാലയ്ക്കടുത്തെത്തി. ചതുപ്പ് നിലത്തിനപ്പുറം വെർഡൻഡോർഫ് കൊട്ടാരം കാണാം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ചുമരുകൾ മോടിയിൽ പണിത കൊടിക്കൂറുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ജോസ്ഫൈൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവളിൽ ആകാംക്ഷ നിറഞ്ഞു. കൊട്ടാരത്തിലെ ആഘോഷത്തിൻ്റെ കാരണമെന്താണ്? അതറിയാൻ തന്നെ അവൾ തീരുമാനിച്ചു. കൊട്ടാരം അറ്റകുറ്റപ്പണി നടത്തുന്ന പരിക്കൻ ഗ്രാമീണരുമായി അവൾ ചങ്ങാത്തത്തിലായി. പതറുന്ന ശബ്ദത്തിൽ ചോദിച്ചു, അവിടെ എന്താഘോഷമാണ് നടക്കുന്നത്? എന്നാൽ അവളെപ്പോലെ ഗ്രാമീണർക്കാർക്കും അതറിയില്ലായിരുന്നു. അവർ മണിമാളികയുടെ പുറംവാതിലിനടുത്തെത്തിയപ്പോൾ കുറേ പേരടങ്ങിയ ഒരു ഘോഷയാത്ര ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ജോസ്ഫൈൻ്റെ ചോദ്യത്തിന് കൊട്ടാരം കാവൽക്കാരന് ഉത്തരമുണ്ടായിരുന്നു. ആൽബർട്ട് പ്രഭു ഗിമിൽഡ എന്ന ധനികയുമായി വിവാഹമുറപ്പിക്കാൻ പള്ളിയിൽ പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ട ഘോഷയാത്ര. കോടീശ്വരൻ്റെ ഏക മകളായ ഗിമിൽഡ
അതിസുന്ദരിയും അളവറ്റ സ്വത്തിൻ്റെ ഉടമയുമാണ്. കോടീശ്വരൻ കോടീശ്വരിയുമായി വിവാഹബന്ധം ഉറപ്പിക്കുന്ന അസുലഭ മുഹൂർത്തമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ജോസ്ഫൈൻ മറുപടി പറഞ്ഞില്ല. പൊട്ടിത്തെറിക്കാൻ പാകമായി അവളുടെ ഹൃദയം അങ്ങനെ നിറഞ്ഞു നിന്നു. അവൾ പരിക്കൻ ഗ്രാമീണരെ ഉപേക്ഷിച്ച് മരച്ചുവട്ടിൽ അഭയം തേടി. അവളിൽ നിന്ന് നിരാശയുടെ കൊടിയ അപശബ്ദങ്ങൾ ഉയർന്നു വന്നു. കൊട്ടാരത്തിലെ ആഘോഷങ്ങളുടെ പ്രതിധ്വനികൾ വഹിച്ചു കടന്നുപോകുന്ന ഓരോ കാറ്റിനെയും അവ വെറുപിടിപ്പിച്ചു. ആൽബർട്ടിൻ്റെ പ്രതിജ്ഞാലംഘനവും അവളുടെ ഭാഗ്യക്ഷയവും കാറ്റുകൾ അങ്ങനെ വിളംബരം ചെയ്തു. ദുഃഖത്തിൻ്റെ ആദ്യ ആക്രമണം ശമിച്ചപ്പോൾ വഞ്ചനാപരമായ പദ്ധതികൾ അവളിൽ കൂടുകൂട്ടാൻ തുടങ്ങി. പകരത്തിന് പകരം. അപ്പോഴും അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. കാവൽക്കാരൻ തന്നെ പറ്റിച്ചതാവും. അല്ലെങ്കിൽ ഗിമിൽഡയുടെ പ്രതിശ്രുതവരനായി ആൽബർട്ടിനെ അയാൾ തെറ്റായി സങ്കല്പിച്ചതാകാം. മിക്കവാറും അത് ആൽബർട്ടിൻ്റെ ഏതോ കൂട്ടുകാരനൊപ്പിച്ച വേലയാകാനാണ് സാധ്യത. ഇത്തരം ദുർബലമായ പ്രതീക്ഷയും പേറിക്കൊണ്ടാണ് അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത്. മണിക്കൂറുകൾ കടന്നുപോയി. ഉച്ചയും സായാഹ്നവും പിന്നിട്ട് രാത്രി വന്നു. നീണ്ട മേലങ്കിയും കട്ടികൂടിയ വെള്ള ശിരോവസ്ത്രവും ധരിച്ച് ജോസ്ഫൈൻ വേഷം മാറി കൊട്ടാരത്തിലേക്ക് നടന്നു. കൊട്ടാരത്തിൽ തിമിർത്തുല്ലസിക്കുന്ന ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയപ്പെടാതെ അവൾ ലയിച്ചു. അന്ന് രാവിലെ കൊട്ടാരത്തിലെ കാവൽക്കാരൻ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്കങ്ങനെ ബോധ്യമായി. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവിസ്മരണീയമായി പൊലിപ്പിക്കുന്നവരിൽ പ്രധാനികൾ ആൽബർട്ടും ഗിമിൽഡയുമാണ്. വഞ്ചനയുടെ രഹസ്യം ബോധ്യപ്പെട്ടതോടെ അവൾ കൊട്ടാരത്തിൽ നിൽക്കാൻ താൽപ്പര്യപ്പെട്ടില്ല. പീഡിപ്പിക്കുന്ന വികാരത്തോടെ പതറുന്ന കാൽവെപ്പോടെ കൊട്ടാരത്തിൻ്റെ പടികളിറങ്ങി. ഏകാന്തമായി വീട്ടിൽ വീണ്ടും ആശ്രയമായി. രാത്രി ഇരുണ്ടതായിരുന്നു. കാറ്റിൽ ഓടപ്പുല്ലുകൾ ചാഞ്ചാടിക്കൊണ്ടിരുന്നു. എല്ലായിടവും അവളുടെ ഹൃദയം പോലെ മ്ലാനവും നിരാലംബവുമായി. കൈകൾ കൂപ്പി നിരാശയുടെ പ്രതിമ പോലെ അവൾ കിളിവാതിലിനരികിലിരുന്നു. പ്രിയപ്പെട്ട ഓർമ്മകൾ അവളെ കണ്ണീർ കടലിലാഴ്ത്തി. കത്തിച്ച മെഴുകുതിരിയുമായി പ്രിയതമനെ പാതിരാത്രിയിൽ വഴിയൊരുക്കിയ അതേ കിളിവാതിൽ. ചിന്തകൾ കാട് കയറിക്കൊണ്ടിരിക്കെ വാതിലിലേക്ക് നടന്നെടുക്കുന്ന കാലടി ശബ്ദങ്ങൾ കേട്ടു. മൃദുശബ്ദത്തിൽ അവളുടെ പേരുമുച്ചരിക്കുന്നു. അത് ആൽബർട്ടിൻ്റെ ശബ്ദമാണെന്ന് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കിളിവാതിൽ തുറന്നപ്പോൾ മുമ്പിലതാ ആൽബർട്ട്. ജോസ്ഫൈൻ കോപാകുലയായി പൊട്ടിത്തെറിച്ചു. കൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ചുവോ? ഗിമിൽഡയുടെ കിടക്ക വലിച്ചെറിയുക വഴി നിങ്ങൾ എൻ്റെ മുറിയിൽ അപമാനം കൂടി വെച്ചു കിട്ടുകയാണ്. ജോസ്ഫൈൻ്റെ രോഷം കെടുത്താൻ അനുനയത്തിൻ്റെ ഭാഷയാണ് ആൽബർട്ട് അപ്പോൾ പ്രയോഗിച്ചത്. വിവേകശൂന്യമായി അയാളുടെ അപേക്ഷയ്ക്ക് അവൾ വഴങ്ങുകയും ചെയ്തു. ആൽബർട്ട് തൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പുറത്തെടുത്തു. തൻ്റെ ഹൃദയം ഗിമിൽഡയ്ക്ക് സമർപ്പിച്ചിട്ടില്ലെന്ന് അയാൾ അവകാശപ്പെട്ടു. ജോസ്ഫൈൻ്റെ രൂപമാണ് എൻ്റെ മനസ്സിലെപ്പോഴും. ഗിമിൽഡയ്ക്ക് വിവാഹ വാഗ്ദാനമല്ലാതെ യാതൊന്നും അവകാശപ്പെടാനാവില്ല. എൻ്റെ പിതാവിൻ്റെ ദൃഢകൽപ്പനയ്ക്ക് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ വഴങ്ങിയത്. സ്വത്തുക്കൾ നൽകില്ലെന്ന പിതാവിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ അടിയറവ് പറയുകയായിരുന്നു. ജോസ്ഫൈനോടുള്ള എൻ്റെ സ്നേഹത്തിന് യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല. ഞാൻ നിന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു രമണീയമായ വസതിയിലേക്ക് മാറ്റും. അവിടെ നിനക്ക് താമസിക്കാം. ആ വസതി നീ ഇപ്പോൾ താമസിക്കുന്നതിനേക്കാൾ എൻ്റെ ആഗ്രഹത്തിന് യോജിച്ചതായിരിക്കും. അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ സമീപമുള്ള നിന്റെ സാമീപ്യം നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ആൽബർട്ടിൻ്റെ മധുരം കിനിയുന്ന ചക്കര വാക്കുകളിൽ അവൾ വീണ്ടും വീണുപോയി. അവനോടുള്ള അനുരാഗം അവളുടെ രോക്ഷത്തെ പൂർണ്ണമായും അലിയിച്ചു കളഞ്ഞു. തീന്മേശയിൽ വീണ്ടും ഇഷ്ടഭക്ഷണങ്ങളും രുചികരമായ വീഞ്ഞും നിരന്നു. അവയെല്ലാം കൊട്ടാരത്തിൽ നിന്ന് വരുമ്പോൾ ആൽബർട്ട് തന്നെ കൊണ്ടുവന്നതായിരുന്നു. സന്തോഷം നിറഞ്ഞ മണിക്കൂറുകൾ പറന്നുപോയി. ജോസ്ഫൈൻ്റെ മുഖത്ത് വീണ്ടും നിർമ്മലമായി പുഞ്ചിരി തിളങ്ങി. ആൽബർട്ട് പറഞ്ഞു, വിട എൻ്റെ പ്രാണപ്രിയെ, നേരം വെളുക്കാൻ പോകുന്നു. നിന്റെ കൈകളിൽ നിന്ന് മോചിതനാകണമെന്ന് അത് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി എപ്പോൾ കാണാനാകുമെന്ന് അവൾ പ്രണയപുരസ്സരം ആൽബർട്ടിനോട് ആരാഞ്ഞു. അർദ്ധരാത്രിയോടെ ഇരുണ്ട യാമത്തിൽ വീണ്ടും എത്തുമെന്ന് ആൽബർട്ട് അവൾക്ക് ഉറപ്പ് നൽകി. അവളെ അയാൾ കരവലയത്തിൽ ഒതുക്കി. ആൽബർട്ടിൻ്റെ ഹൃദയം പടപടാ മിടിച്ചു. അതിവേഗം കൊട്ടാരം ലക്ഷ്യമാക്കി അയാൾ നടന്നു.
അയാൾ ഒരു ഘോരകൃത്യം ചെയ്തിരിക്കുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ അയാൾ അത് ഭയപ്പെടുത്തിയില്ല. ഒരു വെപ്പാട്ടിൽ നിന്ന് രക്ഷപ്പെടാനായതിൽ അയാൾ സ്വയം അഭിനന്ദിച്ചു. അവളുടെ പൂർണ്ണ സംതൃപ്തി അല്പം മുമ്പ് അയാളിൽ അസഹ്യത സൃഷ്ടിച്ചിരുന്നു. ഗിമൽഡയുമായി വിവാഹം നിശ്ചയിക്കാനുള്ള സാഹചര്യം സംബന്ധിച്ച് പെരുന്നുണ പറഞ്ഞുകൊണ്ടാണ് ആൽബർട്ട് ജോസ്ഫൈനെ വഞ്ചിച്ചത്. വൻ സ്വത്തിൻ്റെ ഏക അവകാശിയാണ് ഗിമൽഡ എന്ന യാഥാർത്ഥ്യമാണ് അവളെ വിവാഹം കഴിക്കാൻ അയാൾക്ക് ആദ്യം പ്രേരണയായത്. അങ്ങനെ അയാൾ ഗിമൽഡയുടെ പിതാവിൻ്റെ വീട്ടിലെത്തി. അവളുടെ അഴകിൽ അയാൾ സ്തബ്ധനായിപ്പോയി. ജോസ്ഫൈനോടുള്ള പ്രണയം അസ്തമിക്കുകയും ചെയ്തു. ജോസ്ഫൈനെ ആൽബർട്ട് സന്ദർശിക്കുന്നത് പരമരഹസ്യമായിട്ടായിരുന്നെങ്കിലും അതെങ്ങനെയോ ഗിമൽഡയുടെ കാതുകളിലെത്തി. അവൾക്ക് ജോസ്ഫൈനോട് യാതൊരു അനുകമ്പയും തോന്നിയില്ല. ആൽബർട്ടിൻ്റെ ഹൃദയം നേരത്തെ കവർന്ന ജോസ്ഫൈനെ അവൾ കഠിനമായി വെറുത്തു. പ്രതികാര മനോഭാവം അവളിൽ നുരച്ചുപൊന്തി. ജോസ്ഫൈൻ ജീവിച്ചിരുന്ന കാലത്തോളം തനിക്കൊരിക്കലും പൂർണ്ണ സന്തുഷ്ടി ഉണ്ടാവില്ലെന്ന് അവൾ ഉറപ്പിച്ചു. താൻ കേട്ട കാര്യം അവൾ ആൽബർട്ടിനെ അറിയിച്ചു. ആദ്യം അയാൾ അത് നിഷേധിച്ചു. ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ രഹസ്യം പുറത്തായി. ജോസ്ഫൈനുമായി ഇനി യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്ന് അയാൾ ആണയിട്ടു. എന്നാൽ ഗിമൽഡയുടെ ചിന്ത വേറൊരു വഴിക്കായിരുന്നു. ആൽബർട്ട് ഇപ്പോൾ എന്തു തന്നെ പറഞ്ഞാലും കുറച്ചു കഴിഞ്ഞാൽ അയാൾ പൂർവാധികം തീവ്രമായ ആഗ്രഹത്തോടെ ജോസ്ഫൈനെ പ്രാപിക്കാനാണ് എല്ലാ സാധ്യതയും. തൻ്റെ മാനസികാവസ്ഥയ്ക്ക് ബലക്ഷയം സംഭവിച്ചതായി അവൾ അറിഞ്ഞു. ഭർത്താവിൻ്റെ ജാരവൃത്തി അറിയിച്ചവരുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കുത്തിനോവിച്ചു. ഗിമൽഡയുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധ മാധുര്യം എങ്ങോ പോയി മറഞ്ഞു. പ്രതികാരം കുതിച്ച ഗിമൽഡ നിഷ്ഠൂരമായ പദ്ധതികൾ തയ്യാറാക്കി. ആൽബർട്ടിൻ്റെ കൈകൊണ്ട് തന്നെ ജോസ്ഫൈൻ മരിക്കണം. എങ്കിലേ തനിക്ക് തൃപ്തിയാകൂ. അവൾക്ക് ആൽബർട്ട് വിഷം നൽകണം. ജീവനാശം സംഭവിക്കുന്നതിന് മുമ്പ് കൊലയാളിയുടെ പേര് ഉരുവിടാൻ അവൾക്ക് മതിയായ സമയമുണ്ടാകണം. ഗൂഢപദ്ധതി നടപ്പാക്കാനുള്ള സമയം അവൾ തന്നെ നിശ്ചയിച്ചു. അവരുടെ വിവാഹനാൾ തന്നെയാണ് അതിനായി തിരഞ്ഞെടുത്തത്. അന്ന് രാത്രി ആൽബർട്ട് അതിഥികളോട് വിശ്വാസയോഗ്യമായ ഒഴിവുകഴിവ് പറഞ്ഞ് പുറത്തേക്കിറങ്ങി ജോസ്ഫൈൻ്റെ വീട്ടിലെത്തണം. ജോസ്ഫൈനെ സന്ധിക്കാറുള്ള സന്ദർഭങ്ങളിൽ ആൽബർട്ട് അവൾക്ക് ലഘുപാനീയങ്ങൾ പകർന്നു നൽകാറുണ്ട്. അത് ആവർത്തിക്കുക അയാൾക്ക് എളുപ്പമാണ്. ഇത്തവണ ഗിമൽഡ തയ്യാറാക്കിയ വൈൻ നൽകണം. സ്വാദില്ലാത്ത ആ പാനീയം മാരകമായി വിഷം കലർത്തിയതാണ്. ഗിമൽഡ പദ്ധതി ആൽബർട്ടിനെ ധരിപ്പിച്ചു. ആ വിഷദ്രാവകം അവളെ കൊണ്ട് കുടിപ്പിച്ചില്ലെങ്കിൽ തൻ്റെ കിടപ്പറയിൽ പ്രവേശനമുണ്ടാകില്ലെന്ന് ഗിമൽഡ അയാളുടെ മുഖത്തു നോക്കി തീർത്തു പറഞ്ഞു. അല്പം മനഃശാഞ്ചല്യം പ്രകടിപ്പിച്ചെങ്കിലും ആൽബർട്ട് അവളുടെ ആവശ്യത്തിന് വഴങ്ങി. ഗിമൽഡ പ്രതീക്ഷിച്ചതിലെ പകുതി എതിർപ്പ് പോലും അയാളിൽ നിന്നുണ്ടായില്ല. അങ്ങനെ വിവാഹനാളിലെ രാത്രി വന്നു. കൊട്ടാരത്തിൽ ആഘോഷം തിമിർത്താടുകയാണ്. വീഞ്ഞിൻ്റെ ലഹരിയിൽ അവരെല്ലാം നൃത്തമാടുകയാണ്. നൃത്തശാലയ്ക്ക് മായികഭാവം കൈവന്നിരിക്കുന്നു. അതിനീച പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ ഇതാ സമയമായി. ആൽബർട്ട് പുറത്തേക്കിറങ്ങി. ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ജോസ്ഫൈൻ്റെ വീട്ടിലെത്തി. പ്രണയത്തിൻ്റെ ആവർത്തനം. വിശ്രമവേളയിൽ അയാൾ അവൾക്ക് വിഷവീഞ്ഞ് പകർന്നു നൽകി. അമൃത് പോലെ അവളത് കുടിച്ചിറക്കി. നിമിഷങ്ങൾക്കകം വിഷവീഞ്ഞ് രാസപ്രവർത്തനം തുടങ്ങി. മുഖത്ത് നീലിമ പടരുന്നു. ജോസ്ഫൈനെ കാണാൻ നിൽക്കാതെ കനത്തിരുട്ടിലൂടെ ആൽബർട്ട് കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൻ്റെ ആദ്യ രശ്മികൾ വെർഡൻഡോർഫ് കൊട്ടാരത്തിൻ്റെ താഴെ കുടങ്ങളിൽ തങ്കം പൊതിഞ്ഞു. ചുറ്റുമുള്ള കാന്തിയിൽ ആൽബർട്ട് ആശ്വാസം കണ്ടെത്തി. മനസാക്ഷിയുടെ ചങ്ങലകൾ അയാളുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയിരുന്നു. തൻ്റെ പദ്ധതി ആൽബർട്ട് നടപ്പാക്കിയോ എന്നറിയാനായിരുന്നു ഗിമൽഡയുടെ ആകാംക്ഷ. പദ്ധതി വിജയകരമായി നടപ്പാക്കി എന്നറിഞ്ഞപ്പോൾ അവൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. എന്നാൽ ആൽബർട്ടിനെ ഭീതിയുടെ മേഘം പൊതിഞ്ഞു. അയാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, അർദ്ധരാത്രിയുടെ ഇരുണ്ട യാമത്തിൽ നീ എന്നെ വീണ്ടും ആലിംഗനം ചെയ്യുക. പിറ്റേന്ന് വൈകുന്നേരം വെർഡൻഡോർഫ് കൊട്ടാരത്തിൻ്റെ ഹാളുകളിൽ അതിഥികൾ തടിച്ചുകൂടിയിരിക്കുന്നു. സംഗീതജ്ഞർ ആഹ്ലാദത്തിൻ്റെ സ്വരങ്ങൾക്ക് നിറം പകരുകയാണ്. ഉല്ലാസത്തിൻ്റെ കൊടുമുടിയിലെത്തിയ പ്രഭുക്കന്മാർ തരുണീമണികളുമൊത്ത് നൃത്തമാടുകയാണ്. ആൽബർട്ട് മാത്രം ഉദാസീനമായി കാണപ്പെട്ടു. അയാളുടെ ദുഃഖഭാവം പലതരം അനുമാനങ്ങൾക്കിട നൽകി.
അവയെല്ലാം യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. ആൽബർട്ടിൻ്റെ മനസ്സിൻ്റെ ദുഃഖം അങ്ങേയറ്റം അസന്തുഷ്ടിയോടെ ഗിമ്മിൽഡ മനസ്സിലാക്കിയിരുന്നു. അതിഥികളുടെ മുന്നിൽ ഇപ്രകാരം ഭീരുത്വം കാണിക്കരുതെന്ന് അവൾ അയാളുടെ കാതിൽ അധിക്ഷേപമന്ത്രം ഉരുവിട്ടു. ആൽബർട്ട് സ്വയം ഉത്സാഹം വരുത്താൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം വെറുതെയായി. അയാളുടെ മനസ്സ് ഏതാനും മണിക്കൂറുകൾക്കകം സമൂല മാറ്റത്തിന് വിധേയമായിരിക്കുന്നു. ഗിമ്മിൽഡ പൈശാചികമായ ഉൾപ്പകയുടെ പ്രതിനിധിയാണെന്ന് അയാൾ മനസ്സിലാക്കി. ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല, എല്ലാം കൈവിട്ടുപോയി. രക്ഷപ്പെടാൻ പഴുതില്ലാത്തൊരു ഗർത്തത്തിൽ അവൾ തൻ്റെ ആത്മാവിനെ മുക്കിയിരിക്കുകയാണ്. താൻ കൊലപ്പെടുത്തിയ ജോസ്ഫൈനും ഇവളും തമ്മിൽ പെരുമാറ്റത്തിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ജോസ്ഫൈൻ്റെ അനുരാഗപൂർണമായ നോട്ടങ്ങൾ തന്നിൽ നിർവൃതി പകർന്നിരുന്നു. താൻ നികൃഷ്ടമായി ലംഘിച്ച സ്നേഹം നിറഞ്ഞ പ്രതിജ്ഞകൾ അവൾ താൽപ്പര്യപൂർവ്വം കേട്ടു. ഇത്തരം ആലോചനകൾ അയാളുടെ മസ്തിഷ്കത്തിൽ ക്ഷണിക്കാതെ തന്നെ ഇടിച്ചു കയറി. പാതിരാത്രിയിൽ താഴെ കുടത്തിൻ്റെ മണിയൊച്ച മുഴങ്ങവേ ആൽബർട്ടിൻ്റെ കാലുകൾ ഭയം കൊണ്ട് വിറച്ചു. അയാൾ ഉറക്കെ പറഞ്ഞു, അത് നിമിത്തം വിനാശകരമായ കൽപ്പന ഞാനിതാ കേൾക്കുന്നു. ഗിമിൽഡ, എന്നേക്കുമായി യാത്ര പറയുന്നു. ഇത് നിന്റെ പണിയാണ്. ഗിമിൽഡ എന്തോ മറുപടി പറയാൻ പോവുകയായിരുന്നു. അപ്പോൾ ഭീതിജനകമായൊരു കൊടുങ്കാറ്റ് കൊട്ടാരമതിൽ പിടിച്ചുകുലുക്കി. ഇടിമുഴക്കങ്ങളോടെ പൗരാണികമായ മതിലുകൾ പൊളിഞ്ഞു വീഴുന്നു. മിന്നൽ ചായം തേച്ച ജാലയങ്ങളിലൂടെ കൊട്ടാരത്തിനകത്ത് ഭീഷണമായി ആവർത്തിച്ചിടിച്ചു കയറി. നൃത്തശാല വിറച്ചു. മദ്യക്കുപ്പികൾ തറയിൽ വീണുടഞ്ഞു. എങ്ങും ദ്രാവകം ഒഴുകിപ്പരന്നു. എണ്ണമറ്റ മെഴുകുതിരികൾ മുനിഞ്ഞു കത്തിക്കൊണ്ടിരിക്കെ ജോസ്ഫൈൻ്റെ മൃതപ്രായമായ രൂപം വാതിലിലൂടെ പതുക്കെ ഒഴുകിയെത്തി. ദൃഢമായ ചൂടുകളോടെ അത് ഹാളിലൂടെ ആൽബർട്ട് നിൽക്കുന്നതിനടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് വിളർച്ച ബാധിച്ചിരുന്നു. ഗിമിൽഡ പകയോടെ അടിച്ചേൽപ്പിച്ച ഘോരമായ മരണത്തിൻ്റെ അടയാളങ്ങൾ ജോസ്ഫൈൻ്റെ മുഖത്ത് നിലനിൽക്കുന്നതായി തോന്നി. ശവക്കല്ലറയുടെ വേഷത്തിൽ പൊതിഞ്ഞ അവളുടെ ആകാരം അമ്പരപ്പിക്കുന്ന വിധം പ്രചോദിപ്പിക്കുന്നതാണ്. അഗാധമായ ശബ്ദത്തിൽ തൻ്റെ നിഷ്ഠൂരനായ കാമുകനോട് അവൾ പറഞ്ഞു തുടങ്ങി, നീ വഞ്ചകനാണ്. പുഷ്പാലങ്കൃതമായ പാതിവൃത്യത്തിൻ്റെ പാതയിൽ നിന്ന് നീ പ്രലോഭിപ്പിച്ച് വഴിപിഴപ്പിച്ച കന്യകയുടെ അധമനായ കൊലയാളിയുമാണ്. നീ അവൾക്ക് ജീവിതവും പരിലാളനയും വാഗ്ദാനം ചെയ്തു. അവൾ സ്വന്തം ജീവൻ നിന്നിലർപ്പിച്ചു. പാതകങ്ങൾ നടത്തിയ നീ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. നീ തന്നെ നിശ്ചയിച്ച ഈ രാത്രിയുടെ ഇരുണ്ട യാമത്തിൽ തന്നെ അത് സംഭവിക്കണം. നീ വാഗ്ദാനം ചെയ്ത ആലിംഗനം, അത് വൈകാൻ പാടില്ല. ഉറച്ച വാക്കുകളോടെ അവൾ ആൽബർട്ടിൻ്റെ വിറയ്ക്കുന്ന ദേഹം ചുറ്റിപ്പിടിച്ചുകൊണ്ട് തുടർന്നു പറഞ്ഞു, നിന്റെ വിടവാങ്ങൽ വാഗ്ദാനം നിറവേറ്റാൻ മരണത്തിൻ്റെ ബന്ധനം ഭേദിച്ചാണ് ഞാൻ വരുന്നത്. ആൽബർട്ടിന് ചെറുക്കാനാവാത്ത ശക്തിയിൽ അയാളെ അവൾ വലിച്ചിഴച്ചു. ഈർപ്പമുറ്റിയ അധരങ്ങൾ അയാളുടെ ചുണ്ടുകളിലമർത്തി. പിന്നെ അതിവേഗത്തിൽ മാരകമായ തണുത്ത് വിറങ്ങലിച്ച ആലിംഗനത്തിൽ അയാളെ ഞെരിച്ചമർത്തി. ഒടുവിൽ ഭീതിജനകമായ ആ മായാരൂപം ആൽബർട്ടിനെ മോചിപ്പിച്ചു. മരണവേദനയ്ക്കൊടുവിൽ അയാൾ നിലംപതിച്ചു. അയാൾ പരിഭ്രാന്തമായ കണ്ണുകൾ 3 തവണ മേലോട്ടുയർത്തി. ദൈവത്തോട് കേണപേക്ഷിക്കുന്നത് പോലെ 3 തവണ കൈകളും മേലോട്ടുയർത്തി. പിന്നെ ആർത്തനാദത്തോടെ മരണത്തെ പുൽകി. അപ്പോൾ വീണ്ടും ഗർജിക്കുന്ന ഇടിമുഴങ്ങി. അത് കൊട്ടാരത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കി. പേടിച്ചു പോയ അതിഥികൾ നൃത്തശാലയിലെ ഭീതിതമായ തുടരംഗങ്ങൾ കാണാൻ നിൽക്കാൻ ധൈര്യപ്പെടാതെ പുറത്തേക്ക് കുതിച്ചു. അഹങ്കാരിയായ ഗിമിൽഡ പോലും ഭയന്ന് പുറത്തേക്ക് ഓടി. കൊട്ടാരത്തിൽ നിന്ന് ഒരു കാതം ദൂരെയുള്ള കന്യാസ്ത്രീ മഠത്തിൽ അവൾ അഭയം തേടി. മനോവ്യതകൾ അനുഭവിച്ച് ജീവിതാവസാനം വരെ ആ മഠത്തിലാണ് അവൾ കഴിഞ്ഞത്. ഐഹികമായ വിഷയങ്ങൾ അവളിൽ നിന്ന് അകന്നുപോയി. നീചവും ഖേദകരവുമായ കുറ്റകൃത്യത്തിനുള്ള കഠിന ശിക്ഷയായി അവൾ പ്രായശ്ചിത്തത്തിൻ്റെ ആവർത്തനം സ്വയം അടിച്ചേൽപ്പിച്ചു. ആൽബർട്ടിൻ്റെ മൃതദേഹം സംസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ജോലിക്കാർ തിരക്കിട്ട് ഭീതിയുണർത്തുന്ന ആ കൊട്ടാരം ഉപേക്ഷിച്ചുപോയി. കൊടുങ്കാറ്റിൽ വൻ നാശം പടഞ്ഞ ആ കൊട്ടാരം ജീർണതയിലാണ്ട് കിടന്നു. പൊളിഞ്ഞ കൊത്തളങ്ങൾ മുൾച്ചെടികളുടെ വാസസ്ഥലമായി. ഒരിക്കൽ മണിമാളികയുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന താഴെക്കുടങ്ങൾ പരിസരങ്ങളിൽ അനാഥമായി ചിതറിക്കിടന്നു. വല്ലപ്പോഴും അലഞ്ഞു തിരിഞ്ഞ്
വാർദ്ധക്യം ബാധിച്ച കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളിലെത്തുന്ന യാത്രികനെ ഒരു കർഷകൻ തൻ്റെ കൊച്ചു വള്ളത്തിലേക്ക് ആനയിക്കും. ആൽബർട്ടിൻ്റെയും ജോസഫിൻ്റെയും കഥനകഥ അയാൾ യാത്രികന് പകർന്നു നൽകും. കൊട്ടാരത്തിൻ്റെ പ്രവേശന മാർഗങ്ങൾക്ക് മുന്നിൽ അലഞ്ഞു തിരിയരുതെന്ന മുന്നറിയിപ്പും നൽകും. കൊട്ടാരത്തിൽ വാസമുറപ്പിച്ച പിശാചുകൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പിൽ യാത്രികർ നടുങ്ങി വിറയ്ക്കും. രതിമൂർച്ചകൾക്ക് കാവൽ കിടക്കുന്ന പിശാചുകൾ അശുദ്ധമായ കാൽവെപ്പോടെ അവിടെ കടക്കുന്നവരെ ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൊട്ടാരത്തിലെ നൃത്തശാല ഇപ്പോഴും അവശിഷ്ടങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ജോസ്ഫൈൻ്റെ പ്രേതം ആൽബർട്ടിന് സമ്മാനിച്ച ആ അർദ്ധരാത്രിയിലെ ആലിംഗനത്തിൻ്റെ വാർഷികങ്ങളിൽ അതേ രംഗങ്ങൾ കൊട്ടാരത്തിലെ അമാനുഷിക ജീവികൾ ആവർത്തിക്കാറുണ്ട്. ആ രാത്രികളിൽ ഗിമ്മൽഡയും ഭർത്താവും ജോസ്ഫൈനും നൃത്തശാലയിൽ അണിനിരക്കും. അപ്പോൾ ജീർണിച്ച കൊട്ടാരം അലങ്കാര ദീപങ്ങളിൽ ജ്വലിച്ചു നിൽക്കും. ജോസ്ഫൈൻ്റെ കൊടും പകയുടെ പ്രേതത്തിൻ്റെ ആലിംഗനത്തിൽ ഞെരിഞ്ഞമരുന്ന ആൽബർട്ടിൻ്റെ ആർത്തനാദങ്ങൾ ഇരുട്ടിനെ ഭേദിച്ച് വിദൂരങ്ങളിൽ അങ്ങനെ പ്രതിധ്വനിക്കും. കാലം കടന്നുപോയി. പുതുവൃക്ഷങ്ങൾ തഴച്ചു വളർന്നു. ശാന്തവും മൂകവുമായ സായാഹ്നങ്ങളിൽ ഒത്തുചേരുന്ന പുതുതലമുറയിലെ ഗ്രാമകന്യകമാരിൽ അർദ്ധരാത്രിയിലെ മാരകാലിംഗന രംഗം ജ്വലിച്ചു നിന്നു. ആ ദുരന്ത കഥ അവർ കൂട്ടുകാരികളായ ബാലികമാർക്ക് പകർന്നു നൽകി. ആൽബർട്ടിൻ്റെ കുഴിമാടം കടന്നു പോകുന്ന കന്യകമാർ ജോസ്ഫൈൻ്റെ വയലറ്റ് നിറം പൂശിയ ദ്രവിക്കുന്ന ശവപ്പെട്ടിയിൽ കണ്ണീർ വാർത്തു. നന്മ നിറഞ്ഞവളെ, നിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ഇടങ്ങളിൽ മാത്രം അലഞ്ഞു തിരിയട്ടെ. അർദ്ധരാത്രിയിലെ ആലിംഗനം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.